എല്ലാവർക്കും തിരുവോണ ആശംസകൾ അറിയിച്ചു കൊള്ളട്ടെ. ഓരോ വട്ടവും ഓണക്കളിയുടെ താളമയങ്ങിയിടുന്നു ഞങ്ങൾ ഓണനിലാവിൻ പുതുമയൊടുത്താൽ അമ്മയ്ക്കിന്ന് പുതുലാവണ്യം. സർഗലയങ്ങളിൽ ഒരുപോൽ പുളകും കൊൾവൂ നിൻ പുതു നാമ്പൂണൊരു പൂവിനൊരു പകൽ പൂർണ്ണേന്ദുവിന് ഒരു രാവ് പൂമുഷസും ഞാനും നിമിഷ തിരകളിൽ ഒഴുകിപ്പോകെ മറ്റൊരു ഞാനും മറ്റൊരു നീയും കനക കണ്ണികൾ കോർക്കെ എന്ന് ONV ആണ് ഭൂമിഗീതങ്ങൾ പാടിയത്. ഓരോ ഓണവും നമ്മളിന്ന് കടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആയുസിന്റെ പുസ്തകത്തിൽ ഒരു വർഷം കൂടെ കടന്നു പോവുകയാണ്. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വർഷം കൂടെ കടന്നു പോകുന്നു. ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്, അല്ലെങ്കിൽ ഒരു കൊയ്ത്തുത്സവമാണ് എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഒരു ഹാർവസ്റ്റ് അല്ലെങ്കിൽ ഒരു കൊയ്ത്ത് അല്ലെങ്കിൽ ഒരു വിളവെടുപ്പിന് ശേഷം ആഘോഷങ്ങളുണ്ട്. അത് ഹോളി ആയാലും ബഹു ആയാലും അല്ലെങ്കിൽ നമ്മുടെ കർണാടക ജില്ലയിലുള്ള ദസറ ആയാലും എല്ലാം തന്നെ നോർത്ത് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തും സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും എല്ലാം തന്നെ ഒരു വിളവെടുപ്പിന് ശേഷം ഒരു ഉത്സവമുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വിളവെടുപ്പ് 2 വിളവെടുപ്പുള്ള നെല്ലിന്റെ വിളവെടുപ്പിന്റെ കാലത്ത് നമുക്ക് ഓണത്തിന്റെ സമയത്ത് ഒരു വിളവെടുപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കുട്ടനാട്ടുകാരനായതുകൊണ്ട് എനിക്കറിയാം. ഇപ്പോൾ വിളവെടുപ്പിന് ശേഷം കഠിനമായ അധ്വാനത്തിന് ശേഷം കർഷകർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓണം ഉണ്ടാക്കി. ഐതിഹ്യങ്ങൾ പലതും മാവേലിയുടെ ഐതിഹ്യമൊക്കെ പറയുന്നെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിളവെടുപ്പിന്റെ ഒരു ഉത്സവമാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ആഹാരമായതിനാൽ ആഹാരം ഉണ്ടാക്കുന്ന ആൾക്കാർ ആഹാരം ഒരു വിത്തിട്ട് വിളവുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കൊയ്ത്തെടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടാണ് ഈ കൊയ്ത്തുത്സവങ്ങളെല്ലാം അല്ലെങ്കിൽ വിളവെടുപ്പ് ഉത്സവങ്ങളെല്ലാം ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. അതിപ്പോൾ യൂറോപ്പിൽ ചെന്നാൽ തക്കാളി ചവിട്ടി സ്വിറ്റ്സർലൻഡ് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഹാർവസ്റ്റിന് ശേഷമുള്ള ഉത്സവമുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ ഒരു വലിയ ദുരന്തത്തെ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഔദ്യോഗികമായ ഓണാഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഓരോ ഓണവും ഈ ONV പാടിയതിൽ ഓരോ വട്ടവും ഓണക്കടിയുടെ താളം നമ്മൾ ലൈഞ്ഞു പോകുന്നെങ്കിലും ഓണനിലാവിന്റെ പുതുമയെടുത്താൽ ഈ ഭൂമി എല്ലാം ആ ഒരു ഓണത്തിന്റെ ഒരു ചുവടിലാവും മനുഷ്യരെല്ലാം ആ സന്തോഷത്തിലേക്ക് അറിയാതെ വന്നുപോകും. പൂവിന് ഒരു പകലാണ്, പൂർണ്ണേന്ദുവിന് അത് ചന്ദ്രൻ ഒരു രാത്രിയാണ്. പൂവും ഉഷസും ഞാനും എല്ലാ നിമിഷത്തിരകളിൽ ഒഴുകി പോകുന്ന സാധാരണ മനുഷ്യ ജീവജാലങ്ങളെല്ലാം തന്നെ നിമിഷത്തിരകളിൽ ഒഴുകി പോകുന്നവരാണ്. നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, നമ്മൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, വരുവാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മൾക്ക് പലപ്പോഴും ഒരു നിമിഷ തിരകളിലാണ് നമ്മൾ ഒഴുകി പോകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ചതിനെ ഓർത്ത് ഇന്നലെ നമ്മൾ എന്ത് സംഭവിച്ചോ അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ഫ്രഷായി കൂടുതൽ സന്തോഷം നമ്മൾ ആർജിച്ചുകൊണ്ട് ആ നിമിഷത്തിൽ എന്താണോ നിങ്ങൾക്ക് പ്രപഞ്ചം വെച്ച് നീട്ടുന്നത് അതിനനുസരിച്ച് സന്തോഷ തിരകളിൽ ഒഴുകി പോകാനാണ് ഈ ഓണമൊക്കെ അതിൻ്റെ ഒരു ഉത്ബോധനമാണ്. NLP എന്നൊരു ശാസ്ത്രമുണ്ട്. NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ഏത് മനുഷ്യനും സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ അവരവൻ തന്നെ സൃഷ്ടിച്ചാലേ പറ്റുകയുള്ളൂ. അത് ഓണത്തിൻ്റെതായ അവസ്ഥകൾ എപ്പോഴും നിലനിർത്തണമെന്നാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൊക്കെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഓണത്തിൻ്റെ രീതിയിലുള്ള മൂഡുകൾ നമ്മൾ എപ്പോഴും സൃഷ്ടിക്കുക, നമ്മൾ സന്തോഷവാന്മാരായിട്ടിരിക്കുക. ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് പഠിക്കണമെങ്കിൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ കഴിഞ്ഞു പോയ ദുരനുഭവങ്ങളെക്കുറിച്ചോ വരുവാനുള്ളതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട. ഓരോ നിമിഷത്തിരകൾ വരുമ്പോൾ ആ നിമിഷത്തിലങ്ങ് എൻജോയ് ചെയ്ത് പോവുക. തിരുവോണത്തിൻ്റെതായ മൂഡ് വരുമ്പോൾ നമുക്കെല്ലാം ഒരു സന്തോഷമൊക്കെ വരും. ഈ മൂഡുകൾ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക. നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകും, ദുരനുഭവങ്ങളുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ. എല്ലാ മനുഷ്യനും ജീവിച്ചു വരുമ്പോൾ അവൻ്റെ പ്രപഞ്ചം പലതും അവർ വെച്ച് നീട്ടും, നന്മയും തിന്മയൊക്കെ വെച്ച് നീട്ടും. അതിനെയൊന്നും ചിന്തിച്ച് അധികം ആകുലപ്പെടേണ്ട ഈ ഓണത്തിൻ്റെ സമയത്ത്. ഈ ഓണത്തിൻ്റെ മൂഡ് നിങ്ങൾ വരുന്ന വർഷങ്ങളിലും നിങ്ങളുടെ ആയുസ് തീരുന്നിടം വരെയൊക്കെ നിങ്ങൾ നിലനിർത്തുക, സന്തോഷത്തോടുകൂടി ഇരിക്കുക. ഈ ഓണത്തിന് എനിക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ്. ഞാനൊരു സൈക്കോളജിയൊക്കെ പഠിച്ച വ്യക്തി എന്നുള്ളതിൽ നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ വരുന്ന ഓരോ നിമിഷങ്ങൾ പല നിമിഷങ്ങൾ കൂടി ചേർന്നാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നില്ല, അടുത്ത നിമിഷത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് അതാത് സമയത്ത് വരുന്നതിനെ അങ്ങ് എൻജോയ് ചെയ്യുക. അതാത് ദിവസത്തേക്ക് അന്നത്തേതിനുള്ള ക്ലേശം മതി എന്ന് ഹോളി ബൈബിൾ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ നമുക്ക് സാധിക്കും. എപ്പോഴും ഓണത്തിൻ്റെതായ അന്തരീക്ഷം നമ്മുടെ മനസ്സിനകത്തില്ലാത്ത ഇത്തിരി സ്ഥലത്തുള്ള വെളിച്ചവും വെട്ടവുമാണ് നമ്മളെ പലപ്പോഴും നിലനിർത്തുന്നത്. ഈ ഓണത്തിൻ്റെ വെളിച്ചം നിങ്ങളിൽ സ്ഥിരമായിട്ടുണ്ടാവട്ടെ. എല്ലാവർക്കും തിരുവോണ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഈ മൂഡ് ഇപ്പോൾ ഓണത്തിൻ്റെതായ മൂഡിൽ നിൽക്കുകയാണ്. നമ്മൾ വയനാട്ടിലൊരു ദുരന്തമൊക്കെ ഫേസ് ചെയ്തു. അവരും അവിടെ ഓണമുണ്ട്, നമ്മളത് ആഘോഷിക്കുന്നു. നമ്മൾ എല്ലാം മാറ്റിവെച്ചാലും സന്തോഷിക്കുക. സംഭവിച്ചതൊക്കെ നല്ലത് തന്നെ നമ്മൾ വിശ്വസിക്കുക. ഭഗവത്ഗീത ഉദ്ബോധിക്കുന്നില്ല, സംഭവിച്ചെല്ലാം തന്നെ സംഭവിക്കാനിരിക്കുന്നതല്ല. ഓരോ നിമിഷവും ഒരു തിര പോലെ ഓരോരോ തിര. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണോ അത് ഫ്രഷായിട്ട് അനുഭവിക്കുക. ആ ഫ്രഷ്, അതായത് കഴിഞ്ഞതിൻ്റെയൊക്കെ മൂടുപടങ്ങളിലൂടെ വിഷമത്തിലൂടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇനി വരുവാനുള്ളതൊന്നും എൻജോയ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ രീതിയിൽ ഇതിനെ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുന്നോട്ട് പോവുക.
സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കണ്ടുപിടിക്കുക. നമ്മുടെ ഹാപ്പി ഹോർമോൺസുകളായ ഓക്സിറ്റോസിൻ, സെറാറ്റോണിൻ, എൻഡോർഫിൻ, ഡോപ്പിൻ ഇതൊക്കെയാണ് നമ്മളെ സന്തോഷിക്കുന്നത്. അല്ലാതെ നമുക്കുണ്ടാകുന്ന സമ്പത്തോ നമുക്കുണ്ടാകുന്ന അധികാരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റു ചില കാര്യങ്ങളോ ഒന്നല്ല നമുക്ക് സന്തോഷം തരുന്നത്. അതൊക്കെ ഓഫ് കോഴ്സ് കുറച്ച് സന്തോഷമൊക്കെ തരും. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ഒരു സന്തോഷമാണ് സന്തോഷം. ഈ സന്തോഷം നമുക്ക് സൃഷ്ടിച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ തിരുവോണ ദിവസത്തെ സന്തോഷം തുടർന്ന് എല്ലാ ദിവസങ്ങളും നിലനിൽക്കട്ടെ. കൊയ്ത്തിനൊക്കെ ശേഷം വളരെ കഠിനമായതിനു ശേഷം അവർ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഓണം എന്നൊക്കെ പറയുന്നത്. അത് പഴയ കാർഷിക സംസ്കാരത്തിൽ എങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ ഒരുപാട് മാനസികമായ മെന്റൽ സ്ട്രെസ് എടുത്തുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരും ഈ ഒരു ഓണത്തിന്റെ സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സമയം ഒക്കെയാണ്, ഒരു പിൻവാങ്ങലിന്റെ ഒരു സമയമൊക്കെയാണ് ഓണം. ഒരു റെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് 2-3 ദിവസം അവധി കിട്ടുന്നു. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുന്നു. നമ്മുടെ ജീവിതത്തിനെ ഒന്ന് പുതുക്കുക. ഓരോ നിമിഷവും ഓരോ ദിവസവും എൻജോയ് ചെയ്യുക. വരാനുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഒരിക്കൽ കൂടെ പറയുന്നു, കഴിഞ്ഞു പോയ ദുഃഖാനുഭവങ്ങളോ ആരെങ്കിലും ചിന്തിച്ചിരിക്കുന്നില്ല, അത് മറക്കുക. എല്ലാം അപ്പോൾ ഉള്ള എൻജോയ് ചെയ്യുന്ന ഒരാൾക്കാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും എൻ്റെ യൂട്യൂബ് ഇരിക്കാറായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അറിയിക്കുന്നു. സന്തോഷകരമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. ഇത് മാത്രമാണ് ഉത്ബോധിപ്പിക്കാനുള്ള. ഈ സന്തോഷം കുറയുമ്പോഴാണ് രോഗങ്ങളെല്ലാം വരുന്നത്. സൈക്കോസോമാറ്റിക്കാണ് നമ്മുടെ പല ഡിസീസുകളും. ശരീരവും മനസ്സും കൂടെ ചിന്തിക്കുമ്പോഴാണ് പല രോഗങ്ങളും വരുന്നത്. ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, പല കാരണങ്ങളും ഹാർട്ട് അറ്റാക്കിനുണ്ടെങ്കിലും പല രോഗങ്ങളും നമുക്കൊരു ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞു പോകുന്നതിന് ഒരുപാട് കാരണം നമ്മുടെ മാനസികമായ പല ചിന്തകളുമാണ്. പിന്നെ എപ്പോൾ മരിക്കുമെന്നുള്ളതൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇതെല്ലാം ഓർത്തുകൊണ്ട് ഒരു തിരുവോണാശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു സിൽ കാണാം. എല്ലാവരും സന്തോഷവാന്മാരായിരിക്കട്ടെ. നന്ദി.